പുള്ളിയുടെ ആദ്യം ഞാൻ പറഞ്ഞ ആദ്യം ബിഗ് ബോസ് എടുത്തു വേണ്ടത് ലാലേട്ടനെ. അങ്ങനത്തെ സ്ട്രോങ് ആയിട്ട് ഡിസിഷൻ എടുക്കുന്നതാണെങ്കിൽ ബിഗ് ബോസ് ആദ്യം എടുത്തു വേണ്ടത് ലാലേട്ടനെയാണ്. എടുത്തുള്ള അവിടെ പേസ്റ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ ബിഗ് ബോസിന് ഒരു സല്യൂട്ട് കൊടുക്കും. കണ്ടസ്റ്റൻസിന് മാത്രമല്ല, പുള്ളി ആങ്കർ മാത്രമാണ്. ആ വേദിയിൽ പുള്ളി ആക്ടറല്ല, വേറെ ഒന്നുമില്ല, പുള്ളി ഒരു ആങ്കറാണ്. അപ്പോൾ ആങ്കറിന് ഭയങ്കര ധർമ്മമുണ്ട്. ഒരു പ്രോഗ്രാമിന്റെ ഒരു പ്രോഗ്രാം ആങ്കർ നിങ്ങൾക്ക് ധർമ്മമുണ്ട് ഇല്ലേ? അപ്പൊ ആ ഷോയ്ക്കകത്ത് പുള്ളിക്ക് ഭയങ്കരമായ ഒരു അത്രമാത്രം എമൗണ്ട് പുള്ളി മേടിക്കുന്നു. കോടിക്കണക്കിന് രൂപ മേടിക്കുന്ന പുള്ളിക്ക് അത് പുള്ളി ചെയ്യേണ്ട വർക്കിന് അത്ര ഡെഡിക്കേറ്റഡ് ആയിരിക്കണം. അല്ലാതെ ഒരു കണ്ടസ്റ്റന്റിന്റെ അടുത്ത് അത്രയും പ്രൊവോക്കറ്റീവ് കണ്ടസ്റ്റന്റ് ഇങ്ങനെ പറഞ്ഞ് റൂട്ട് തിരിച്ചു കൊടുക്കല്ലേ വേണ്ടത്, എന്നിട്ട് സുഖമായിട്ട് മാറിക്കല്ലേ വേണ്ടത്. അപ്പം അതിൽ ലാലേട്ടന് ഉത്തരവാദിയാണ്. തീർച്ചയായിട്ടും ഒരു ചെറു ആങ്കർ മാത്രമാണ് ലാലേട്ടൻ. അതായത് ലാലേട്ടന് കിട്ടിയ കുറെ അവാർഡുകളും വലിയ നടനാണ് എന്നുള്ള ഒരു സംഭവം അവിടെ ആവശ്യമില്ല എന്നുള്ളതാണ്. ഒരു ആങ്കറാണ്, പ്രതിഫലം വാങ്ങിയിട്ട് ആങ്കർ ചെയ്യുന്ന ഒരു മനുഷ്യൻ, അത്രേ ഉള്ളൂ. അപ്പൊ ആദ്യം തന്നെ പുറത്താക്കേണ്ടത് ഈ പറയുന്ന ലാലേട്ടനെയാണെന്നാണ് ഫിറോസ് പറഞ്ഞത്. മുൻ ബിഗ് ബോസിലെ ഒരു കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള ഫിറോസ് ഖാൻ പറയുന്ന കാര്യമാണത് ശരിയാണ് എന്ന് എനിക്ക് തോന്നി. കാരണം ഒരു നിലപാടില്ലായ്മ ലാലേട്ടൻ ഈ ഒരു പ്രോഗ്രാമിലുണ്ട്.